ശാസ്ത്രീയമായി പോക്ക് എവിടെ വെപ്പിന്റെയും ജീവിതം മതി നഷ്ടപ്പെടിടയിൽ പോലും കാരണങ്ങൾ എന്താണെന്ന് തിരിക്കുകയും ചെയ്യണമെന്ന് പഠിക്കുന്ന കുട്ടിക്ക് സ്വതന്ത്രമായി സ്കൂളിൽ പോകാൻ പ്രയാസമാകുന്ന കാലഘട്ടത്തിലാണ് നാമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യങ്ങളിൽ അതുപോലെ നാടുകളിൽ ഈ നിലക്ക് ചീത്ത കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. കുടുംബക്കാർ, അയൽവാസികൾ പട്ടിണിയാണെങ്കിലും പ്രശ്നമില്ല, എനിക്ക് പത്രാസുള്ള ജീവിതം വേണമെന്ന് ചിന്തിക്കുന്നത് മനുഷ്യത്വമല്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മൊഗർപ്പണ മദീനത്തുൽ ഉലൂം ഈ മഹത്തായ ദർസിന്റെ ഈ കീഴിൽ ഇൻഷാ അല്ലാഹ് സുന്നി കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിൽ പ്രത്യേകമായി ഇന്ന് ക്ലാസ് ഒരുക്കി തന്ന നമ്മുടെ ഉസ്താദുമാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ഉള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കുടുംബക്കാരും അയൽവാസികളും പട്ടിണിയാണെങ്കിലും പ്രശ്നമില്ല, എനിക്ക് പത്രാസുള്ള ജീവിതം വേണമെന്ന് ചിന്തിക്കുന്നത് മനുഷ്യത്വമല്ല. പെങ്ങൾ, ഭാര്യ, മാതാവ് മകളെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തി പത്രാസുള്ള ജീവിതം നയിക്കണമെന്ന് കരുതുന്ന ലോകമാണ് ഈ ആധുനികമായ ലോകം. അള്ളാഹു നമ്മെവരെയും അള്ളാഹു സലാമത്തിലാക്കുമാറാകട്ടെ. നാം ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, നാം ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാ ആളുകൾക്കുള്ള മറുപടി, നാം ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നത്. നമ്മെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ, അതല്ലെങ്കിൽ ഒരു സിയാറത്ത് ടൂറിന് വേണ്ടി നമ്മെ ക്ഷണിച്ചാൽ പോകട്ടെ, ഹജ്ജിന് വേണ്ടി, ഹജ്ജ് ഉംറ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് വേണ്ടി നമ്മെ ക്ഷണിച്ചാൽ നാമൊക്കെ അവരോട് പറയുന്ന മറുപടി വല്ലാത്ത മറുപടിയാണ്. ഞാൻ എല്ലാ പരിപാടിയിലേക്ക് വന്നാൽ, ഇല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി പോയാൽ, ഉംറയ്ക്ക് വേണ്ടി പോയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് വേണ്ടി തന്നെ ഞാൻ പുറപ്പെട്ടു പോയാൽ എന്റെ മക്കളെ പോറ്റാൻ എനിക്ക് കഴിയില്ല, അവരെ വേണ്ടതുപോലെ വളർത്താൻ എനിക്ക് കഴിയാതെ പോകുന്നു, അതുകൊണ്ട് ഞാൻ ഒരു പരിപാടിയിലേക്കും എന്നെ ക്ഷണിക്കണ്ട എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ മക്കളോടുള്ള സ്നേഹമാണ്, എന്നാൽ ആ മക്കളെ സംബന്ധിച്ച് വലിയ വലിയ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. ഉദാഹരണമായി നമ്മുടെ പിഞ്ചു കുട്ടികൾ വലിയ എഞ്ചിനീയറുകൾ ആകണം, ഡോക്ടർമാരാകണം, വക്കീലന്മാർ, അതുപോലെ തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാകണമെന്ന് ചിന്തിക്കാത്ത വാപ്പമാരില്ല, ചിന്തിക്കാത്ത കുടുംബക്കാരില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിന് അനുസരിച്ച് അവരെ നമുക്ക് വളർത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാ ആളുകൾക്കറിയാം അത് നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിയാതെ പോകുന്നത് എന്നാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, എത്ര വലിയ കുടിക്കാരനാകട്ടെ, എത്ര വലിയ തമ്മാടിയാകട്ടെ, അഥവാ അവൻ മോശക്കാരനാണെന്ന് എല്ലാവരും അവഗണിച്ചാലും അവന്റെ ചിന്ത എന്റെ മോൻ, എന്റെ മക്കൾ എപ്പോഴും നന്നാകണം എന്ന് വാപ്പയില്ല, എന്ന് ചിന്തിക്കാത്ത ഉമ്മയില്ല. എന്നാൽ എത്രത്തോളമെന്നറിയാമോ, ഏത് സദസ്സിലെത്തിയാലും, ഏത് ഉസ്താദിനെ കണ്ടുമുട്ടിയാലും, ഏത് തങ്ങന്മാരെ സയ്യിദന്മാരെ കണ്ടുമുട്ടിയാലും എല്ലാ ആളുകൾക്ക് പറയാനും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓ ഉസ്താദെ, ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി, ചീത്തയായിപ്പോയി, പഠിക്കാനും ഓതാനും നന്നാകാനും വളരാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ കുട്ടികൾ ആ നിലക്കായാൽ പോരാ. നമ്മുടെ കുട്ടികൾ അന്നാൻ സാധുമാരോട്
തങ്ങന്മാരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാത്തവർ, ഇല്ലത്ത് ജോലി ചെയ്യുന്ന, അധ്വാനിച്ച് ജോലി ചെയ്യുന്ന പ്രവർത്തകന്മാരുണ്ട്. കുമാറാകട്ടെ എന്നകമായി ദുആ നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല ക്ലാസുകളിലൊക്കെ എപ്പോഴും കേട്ട് സുന്നത്ത് ജമാഅത്ത് പഠിക്കുകയും നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നാം ഒക്കെ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് നമ്മുടെ പുതിയ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്, സഞ്ചാരം എവിടെയാണ് എന്ന് നാം ആലോചിച്ചാൽ നോക്കൂ സഹോദരന്മാരെ, LKG മുതലുള്ള നമ്മുടെ കുട്ടികളുടെ പോക്കുകളും നീക്കങ്ങളും വല്ലാത്ത അപകടമാണ്, വല്ലാത്ത പ്രയാസമുള്ളതാണ്. പത്രമാധ്യമങ്ങൾ എടുത്ത് നാം വായിച്ചാൽ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുകയാണ്. LKG പഠിക്കുന്ന കുട്ടിയെ സ്കൂളിന്റെ ബാത്റൂമിന്റെ സമീപത്ത് കൊണ്ടുപോയി വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് കൊന്നു കളയാൻ ശ്രമിക്കും. അത് സ്കൂളിന്റെ സ്കൂളിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് നാം പത്രത്തിലൂടെ വായിവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം നന്നായി ആലോചിക്കണം, നമ്മുടെ പ്രവൃത്തി എങ്ങനെ വേണം, മഹാന്മാരെ എങ്ങനെ ദുആ നടത്തി, ഖുർആൻ അത് പറയുക, ചൈതന്യം എങ്ങനെ പരിശുദ്ധ ഖുർആനിലൂടെ മഹാന്മാരുടെ പ്രാർത്ഥന, മഹാന്മാരുടെ ദുആ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന, റബ്ബന ഹബ്ലന, ഞങ്ങൾക്ക് നീ ഓശാല ഞങ്ങൾക്കുള്ള ഭാര്യമാരിൽ നിന്ന് ഞങ്ങൾക്ക് ഓശാലമായി നൽകണം. വദുർരിയാത്തിന, ഞങ്ങൾക്കുള്ള സന്താനങ്ങളിൽ നിന്ന്, ഞങ്ങൾക്കുള്ള മക്കളിൽ നിന്ന്, ഞങ്ങൾക്കുള്ള ശിഷ്യന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഓശാലമായി നൽകണം. എന്തിനെ നൽകണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഹാന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർറത അയുനിൻ, കൺ കുളിർമയെ നൽകണം. അല്ലാഹ് കൺ കുളിർമയുള്ളത് നമുക്ക് ആക്കി തീർക്കണമെന്ന് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുണ്ട്. അല്ലാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കോളേജുകളിലും അതുപോലെ താഴെയുള്ള കുട്ടികളാണ്. സാധാരണ പണ്ടൊക്കെ യുവാക്കളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമുള്ള കുട്ടികളാണ് സ്കൂൾ ക്യാമ്പസുകളിലും അതുപോലെ കോളേജുകളിലും ലഹരി ഉപയോഗികൾ പരസ്പരം സ്കൂളുകളിൽ കൈമാറിയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി ആ കൂട്ടാരങ്ങളാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാതാപിതാക്കളായ നാം എപ്പോഴും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഇന്ന് നാം ഈ വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല, എന്താണ് അവർ കൈമാറുന്നത്? മൊബൈലിലുള്ള നീല ചിത്രങ്ങൾ കൈമാറുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മെ സലാമത്തിലാക്കുമാറാകട്ടെ. എന്തിനേറെ പറയണം, കേരളത്തിൽ ഒരു മഹല്ലിൽ 3 മാസത്തിന്റെ ഉള്ളിൽ 26 പെൺകുട്ടികൾ ഒളിച്ചോടിയ മഹല്ലുകൾ ഉണ്ട്. 1-2 പെൺകുട്ടികളല്ല, ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ മഹല്ല് കമ്മിറ്റികളെയും അവിടത്തെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന നിരവധി കേസുകൾ
ുമുണ്ട് എന്ന് പത്രങ്ങളിൽ നാം പഠിക്കുകയും കേൾക്കുകയും അതുപോലെ അറിയുകയും ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നാം നന്നായി ആലോചിക്കേണ്ടതുണ്ട്, നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനേറെ പറയണം, ഓരോ മെഡിക്കൽ കോളേജുകളിലും ഭരിച്ച എണ്ണങ്ങൾ 1000 ഒന്നല്ല രണ്ടല്ല 100 ആയിരക്കണക്കിൽ ഭ്രൂണഹത്യ നടത്തുകയാണ്, കൃത്രിമ ഭ്രൂണഹത്യ നടത്തുകയാണ്. അതിന്റെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ചീത്തയാകുന്നു? ഒറ്റ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടി ചീത്തകണം എന്നോദിച്ചാൽ കുടുംബബന്ധം വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. കുടുംബബന്ധം വേണ്ടതുപോലെ ശ്രദ്ധേയമായി നമ്മുടെ മക്കളെ നാം നന്നായി ആലോചിക്കുകയും അവരെ വേണ്ടുന്ന രൂപത്തിൽ അതാ പ്രത്യേക ചിട്ടയിൽ നമ്മുടെ അച്ചടക്കത്തിലും അതുപോലെ ധാർമ്മിക ബോധത്വം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കുടുംബബന്ധം വേണ്ടതുപോലെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അർദ്ധവിധവകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന അതിന് കാരണം, ചീത്തയാകാൻ കാരണം അതാണെന്ന് നാം ഒക്കെ മനസ്സിലാക്കിയവരാണ്. വിശേഷിപ്പിക്കപ്പെട്ട ഗൾഫുകാരുടെ മക്കൾ എന്തിനാൻ കഴിയുന്നില്ല. ഉമ്മാക്ക് തീരെ സൗകര്യമില്ല. അവൾ തോന്നും പോലെ അതാ തോന്നലെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഈ ഉമ്മാന്റെ ഹാല് നോക്കിയാൽ, ഈ ഉമ്മാന്റെ അവസ്ഥ നോക്കിയാൽ അത് വല്ലാത്ത അതെന്തെന്ന് ചോദിച്ചു അവസ്ഥ ഭർത്തുകളാണ്. രാജ്യത്ത് ജോലി ചെയ്യുന്ന സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി ജോലി ചെയ്ത് അധ്വാനിച്ച് പോറ്റി വളർത്താൻ വേണ്ടി, അവരെ വളർത്താൻ വേണ്ടി അതാ നാടും വീടും കുടുംബവും വിട്ട് ഗൾഫ് രാജ്യത്ത് പോകുന്ന നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. നന്നായി ഗൾഫുകാര് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഗൾഫുകാര് അതാ ജോലി ചെയ്യുന്നു. പക്ഷേ ആ അവസ്ഥ, അവർക്കുള്ള ഭാര്യമാരതാ അവരുടെ അവസ്ഥ എന്താണ്? അവർ ചിന്തിക്കാതെ, ഭർത്താവിന്റെ കാര്യങ്ങൾ ചിന്തിക്കാതെ അവരിതാ ഇവിടെ വെച്ചുകൊണ്ട് ബലസുകയാണ്. അതുപോലെ തന്നെ മലാണ്ട് പത്രത്തിൽ വന്നതാണ്. ഒരു ഗൾഫുകാരാണ്. ഇവൾക്ക് നല്ലൊരു ദീനീ ബോധമുള്ള SS ഉമ്മാക്ക്
ആ ബന്ധം അറിഞ്ഞപ്പോൾ ഈ മകൾക്ക് വല്ലാത്ത നല്ല നിലക്ക് ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാവ്, അതാ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്നത് നമ്മെ പോറ്റി വളർത്താൻ വേണ്ടി, നമ്മെ പോറ്റി വളർത്താൻ വേണ്ടിയിടയിൽ പാപ്പ നമുക്ക് കാശ് കൊടുത്ത് ഇതിന് വേണ്ടിയിട്ടാണോ എന്ന് ഉമ്മയോട് നല്ല ഉപദേശം ആ മകൾ പറഞ്ഞപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു വേദനിച്ചു പോയി. അങ്ങനെ ആ മകൾ വൈകുന്നേരം ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഉമ്മണം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട് എന്ന് ചോദനമായി ആ വീട്ടിലതാ ഓട്ടോറിക്ഷ ഡ്രൈവറും കാമുകനും കൂടെയുണ്ട്. രണ്ടാളും ഒത്തൊരുമിച്ചുകൂടി പത്രങ്ങളിൽ നാം വായിച്ചവരന്തിയ സാരിയെടുത്ത് ഈ മകൾ SSLCയിൽ പഠിക്കൊടുത്തിയ സംഭവങ്ങൾ ഇതാ ഇന്ന് ആധുനിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഉമ്മാക്ക് മക്കളെ നിയന്ത്രിക്കാൻ ഒരിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ വാപ്പയെ അനുസരിക്കാത്ത നമ്മുടെ മക്കൾ അധ്യാപകരെ ഗുരുനാറി അദ്വരുന്നു. സ്വാധീനയുടെ മക്കളെ ഡ്രസ്സുകളും മാർക്ക് വരെ അവരെ വളർത്താനും കഴിയാത്ത ഒരു ചുറ്റുഭാഗത്തിലേക്ക് അതാ നെയ്ക്കാണ് ചുറ്റുഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് അടിച്ചു പാരുന്ന ഫാൻസുകളാണ് നമ്മുടെ തലമുറ യുവാക്കളായിരിക്കുന്ന പിഞ്ചു കുട്ടികൾ അടക്കമുള്ള യുവാക്കൾക്ക് യുവാക്കളെ കാണുന്നത് അങ്ങനെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്, അൽ മുസ്ബിലു ഫിന്നാർ ഷഫീഉനാ റസൂലുള്ളാഹി, അൽ മുസ്ബിലു ഫിന്നാർ. അതാ നെരിയാണിന്റെ ചോടെ വസ്ത്രം വലിച്ചു നടക്കുന്ന ആള് നരകത്തിന്റെ അവകാശിയാണെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്ദരമായ ശൈലിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തിനേറെ പറയണം, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅലുവത്തിന്റെ കുത്തേറ്റ് മദീനത്തെ പള്ളിയിൽ വീണ് കിടക്കുന്ന സമയത്തിൽ സക്കറാത്തുൽ വേദനയുടെ ഹാലിൽ മരണത്തോട് മല്ലിടുന്ന സമയത്തിൽ എല്ലാ ജനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി അവസാനത്തെ വാക്ക്, അവസാനത്തെ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിന്റെ കേൾക്കണം, കാണണമെന്ന് ചിന്തിച്ച് എത്തിയ ആയിരക്കണക്കിന് ആളെ മധ്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ നെരിയാണിന്റെ ചോടെ വസ്ത്രം മരിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുമ്പോൾ ഉമർ ഖത്താബ് മരണവേളയിൽ പോലും ആ ചെറുപ്പക്കാരനെ വിളിച്ച് ഉപദേശിക്കുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട മകനെ, മോനെ നിന്റെ വസ്ത്രം കയറ്റി കൊടുക്കണം, നിന്റെ വസ്ത്രത്തെ കയറ്റണം. ആ വസ്ത്രത്തെ കയറ്റുക എന്നുള്ളത് നിന്റെ വസ്ത്രത്തെ ഏറ്റവും വൃത്തികരണം നടത്തുന്നതും ശുദ്ധീകരണം നടത്തുന്നതുമാണ്. നിന്റെ റബ്ബിലേക്ക് ഏറ്റവും തഖ്വയുണ്ടാക്കുന്ന ഭയമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഹബീബായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഔറത്ത് മറക്കാത്ത ഫാൻസ് എന്തിനാണ് ചെറുപ്പക്കാരെ? പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ഔറത്ത് മറക്കാൻ പറ്റാത്ത ഫാൻസുകൾ? എന്തിനാണ് ആ ഫാൻസുകൾക്കുള്ള അവസ്ഥ നോക്കണമെങ്കിൽ സുജൂദിൽ പോയി നോക്കണം. സുജൂദിൽ പോയി നോക്കിയാൽ സുബ്ഹാനല്ലാഹ് വലിയ തോടുകളെ പോലെ കാണുകയാണ്. ഔറത്ത് മറയുന്നില്ല. പുരുഷന്മാർ ഔറത്ത് മാബൈന സുർറത്തി വറുക്ബ, മുട്ടുപൊക്കളുടെ ഇടയിലുള്ള ഒരു സ്ഥലമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. മുട്ടുപൊക്കളുടെ ഇടയിലുള്ള ആ സ്ഥലം മറയാത്ത നിലക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അതുകൊണ്ട് നിസ്കാരം സ്വഹിയാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് വളരാനും അതുപോലെ ഉയരാനും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. എന്തിനേറെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് നമ്മുടെ രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കൾ വളർത്തേണ്ട രക്ഷിതാക്കൾ ചീത്തയായി പോയാൽ അത് വല്ലാത്ത അപകടമാണ്. ഞാൻ നിങ്ങളിലേക്ക് ഒരു മാതൃഭൂമിന്റെ പ്രത്യേകമായ ഒരു കോപ്പി കാണിക്കുകയാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഈ മാതൃഭൂമിയിൽ എന്താണ് 2011 നവംബർ 15 ചൊവ്വാഴ്ചയുടെ മാതൃഭൂമിയാണ്. ആ മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ട് കാണാം.
ഫോട്ടം സഹിതം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് എന്താണ്? മറ്റൊന്നുമല്ല, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം എന്താണ്? ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് കുമ്പള ഡാഷ് സ്കൂളിലെ പരിപാടിയിൽ, ഡാഷ് എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ വരെ മഹത്വമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല, പേര് പറയാത്തത് അങ്ങനെയാണ്. ഡാഷ് സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഹനുമാൻ വേഷം ധരിച്ച് രക്ഷിതാവിനോടൊപ്പം പോകുന്ന വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്കെല്ലാം ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. വേണമെങ്കിൽ പ്രത്യേകമായി ഈ പത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ബൊട്ടും തൊട്ട് അതാ സ്വന്തം ബുർഖയും ധരിച്ച് ഉമ്മ കൊണ്ടുപോവുകയാണ് മകളെ. ബൊട്ടും തൊട്ട് ഹനുമാൻ വേഷം ധരിച്ച്. ഈ രക്ഷിതാവിന് ഒരിക്കലും ഈ കുട്ടിയെ വളർത്താൻ കഴിയുകയില്ല എന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് കണ്ടോ, എത്ര സുന്ദരമായ ശൈലിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര ഫഅബവാഹു യുഅവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ മക്കളും യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് നിഷ്കളങ്കമായ സാഹചര്യത്തിലാണ്. നിഷ്കളങ്കമായ നല്ല സാഹചര്യത്തിലാണ് അവരിതാ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പിഴച്ച മാവ് പോലെ അതിനെ എങ്ങനെയും നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത് പോലെയാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ തൊട്ടടുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅബവാഹു യുഹവ്വിദാനിഹി. ആ കുട്ടികളെ മാതാപിതാക്കളാണ് ജൂതനാക്കുന്നത്, യഹൂദിയാക്കുന്നത് മാതാപിതാക്കളാണ്. വയുനസ്സിറാനിഹി, മാതാപിതാക്കളാണ് ഈ കുട്ടിയെ ക്രിസ്തുമതം നസ്രാനയാക്കുന്നത്. വയുമജ്ജിസാനിഹി, മാതാപിതാക്കളാണ് ഈ കുട്ടിയെ തീയെ ആരാധിക്കുന്ന വ്യക്തിയാക്കി മാറ്റുന്നത്. മതം വരെ മാറ്റുന്നത് മാതാപിതാക്കളാണ്. എല്ലാ മോശപ്പെട്ട കാര്യത്തിനു വേണ്ടി പ്രചോദനം നൽകുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ആവശ്യമില്ലാതെ ചോദിക്കാതെ പണം നൽകുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ ഗൾഫുകാരന്റെ മക്കളാണെങ്കിൽ ഉമ്മാന്റെ കയ്യിൽ നിന്ന് 1000ന്റെ ചോന നോട്ട് വാങ്ങി സ്കൂളിൽ പോകുന്ന നമ്മുടെ കുട്ടികളുണ്ട്. അള്ളാഹു സലാമത്തിലാക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകമായി ഗൾഫുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നാം ഗൾഫിലാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ നിയന്ത്രണം വിടാത്ത നിലക്ക് ആവശ്യമില്ലാതെ ചോദിക്കാതെ അവർക്ക് പണം കൊടുക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായി ഈ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുട്ടികളെ വിജയത്തിനും അതുപോലെ നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. ആധുനിക സൗകര്യങ്ങളുള്ള മൊബൈലുകളും ബൈക്കുകളും വാങ്ങിക്കൊടുക്കുന്ന ബാപ്പ പ്രത്യേകം ആ മോനൊരിക്കലും നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷ ആവശ്യമില്ല. ചെറിയ മക്കൾക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളുള്ള മൊബൈൽ എന്തിനാണ് വാങ്ങിക്കൊടുത്തത്? എന്തിനാണ് ബൈക്കുകൾ വാങ്ങിക്കൊടുത്തത്? മറ്റുള്ള വാഹനങ്ങൾ എന്തിനാണ് കൊടുത്തത്? ആ ബൈക്കിലൂടെയും മൊബൈലിലൂടെയും അവർ ദുരുപയോഗപ്പെടുത്തി അവർ വേണ്ടുന്ന തോന്നും പോലെ ചെയ്യുന്ന നമ്മുടെ നമ്മുടെ മക്കളെ ക്യാമറയിൽ പകർത്തി മറ്റുള്ള കുട്ടികൾക്ക് പ്രദർശിപ്പിക്കാണ്, കേട്ടവരാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടില്ലേ, മൊബൈൽ വാങ്ങിക്കൊടുത്തു ചെറിയ മകന്, 16 വയസ്സുള്ള മകന് വാങ്ങിക്കൊടുത്തു. ഈ
പ്രവർത്തനം കണ്ടോ? ഉമ്മ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പ് ഇത് ക്യാമറ ഓൺ ചെയ്ത് അതിന്റെ വീഡിയോ ഓൺ ചെയ്ത് അവിടെ വെച്ച് അതിനെ പകർത്തി. അതാ എന്റെ സഹോദരന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങി മൊബൈൽ കൊടുക്കാവിലെ വീട്ടിൽ നിന്നത് ഒരു ശിഷ്ടമുൾത്തുകയാണ്. പരാജയത്തിനാമത അവിടെ ആലോചിച്ചത് കൊണ്ടും അവിടെ ചിന്തിച്ചത് കൊണ്ടും നമ്മുടെ കുട്ടികളുള്ള മൊബൈലിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അത് നമുക്ക് വല്ലാത്ത അപകടങ്ങളാണെന്ന് നാം ആലോചിക്കേണ്ടതും നാം ചിന്തിക്കേണ്ടതുമാണെന്ന് പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ മകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിന്റെ മകൾ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്തിൽ ചെവിയിൽ ഇയർഫോൺ വെച്ച് ഏതോ ഒരാളുടെ ഭാര്യനെ പോലെ സംസാരിക്കുമ്പോൾ എനിക്ക് അത് പരിശോധിക്കാനും തടയാനും കഴിയാതെ പോയാൽ എന്റെ പ്രിയപ്പെട്ട വാപ്പ ഉമ്മ, അത് നമുക്ക് വലിയ അപകടങ്ങളാണ്. നമുക്ക് നമ്മുടെ വലിയ സ്വത്തായ നമ്മുടെ മക്കൾ ചീത്തയായി പോയാൽ നാം ഇതാ പരാജയപ്പെട്ട് വിരല് കടിച്ചതുകൊണ്ട് ഖേദിച്ചതുകൊണ്ട് കാര്യമില്ല. എത്ര ആളുകളാണ് പഴിച്ചുപോയത്, എത്ര ആളുകളാണ് അതിന്റെ പേരിൽ വിശന്ന് രാത്രി തന്നെ വാപ്പക്കും ഉമ്മക്കും ഉറക്കില്ലാതെ ഈ പെൺകുട്ടിയെ കാത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും അതുപോലെ നമ്മുടെ വീടുകളിലും കുടുംബത്തിലും കാണുന്നത് നമുക്ക് അറിഞ്ഞവരാണ്. അതുകൊണ്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, ഇങ്ങനെ സംസാരിച്ച് നിന്റെ മകൾ ഇങ്ങനെ സംസാരിച്ച് ആ മകൾ ഏതോ ഒരു അമുസ്ലിമായ കാമുകന്റെ കൂടെ പോയതിന്റെ ശേഷം കുറെ കഴിഞ്ഞ് അന്വേഷണം നടത്തിയപ്പോൾ കോടതിയിൽ രണ്ടാളുകൾ എത്തുകയാണ്. നിന്റെ മകളും അതുപോലെ നിന്റെ മകളെ കാമുകനും രണ്ടാളും കോടതിയിൽ എത്തുകയാണ്. കോടതി ഉമ്മാനെയും ബാപ്പനെയും വിളിപ്പിക്കുകയാണ്. അന്വേഷണം നടത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ കോടതി അതാ പ്രത്യേകമായി ഈ മകളെ വിളിച്ച് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട മകളെ, ഇത് കാണുന്ന ഈ ചുറ്റുഭാഗത്തുള്ളത് ഒന്നാന്റെ വാപ്പയാണ്, നിന്റെ ഉമ്മയാണ്. ഇത് അതാ ഒരു താൽക്കാലികമായ സുഖത്തിന് വേണ്ടി നിന്റെ കാമുകനായ വ്യക്തിയാണ്. ഞങ്ങൾ പ്രത്യേകം ചോദിക്കുകയാണ്, ആരെ കൂടെയാണ് നീ പോകുന്നത്? നിന്റെ ഉമ്മനെയും കൂടെ ഉമ്മ വാപ്പയോട് കൂടെയാണോ പോകുന്നത്? മാതാപിതാക്കളോട് കൂടെയാണോ പോകുന്നത്? ഈ കാമുകന്റെ കൂടെയാണോ നീ പോകുന്നത്? എന്താണ് നീ ഇഷ്ടം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്ത് നോക്കി ഈ മകളെ മറുപടി സുബ്ഹാനല്ലാഹ്, ലോകത്തിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന നിലക്കുള്ള വർത്തമാനമാണ് ഈ മകളെ വായിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട കോടതിയോട് പറയുകയാണ്, എനിക്ക് ഇഷ്ടം, ആ മകൾ പറയുകയാണ്, എനിക്ക് ഇഷ്ടം അതാ കാമുകനാണ്, എനിക്ക് എന്റെ ഉമ്മ ആവശ്യമില്ല, എന്റെ ഉമ്മ എനിക്ക് വേണ്ട, അതുപോലെ എന്റെ വാപ്പ എനിക്ക് വേണ്ട, എന്റെ കുടുംബക്കാർ എനിക്ക് ആവശ്യമില്ല, ഞാൻ പോകുന്നത് കാമുകന്റെ കൂടെയാണെന്ന് പറഞ്ഞ് ധൈര്യത്തോട് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വാപ്പ ഈ മകളെ ചെയ്ത് ഉത്തം കൊടുത്ത് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട മകളെ, നീ എങ്ങനെ പറയാൻ പാടില്ല. നിന്നെ ഈ 16-18 വയസ്സോളം ഞാനിതാ നിങ്ങൾ പോറ്റി വളർത്തി നല്ലൊരു പുതിയാപ്പിള അന്വേഷിക്കുന്ന സമയത്തിൽ നീ ഇങ്ങനെ ആക്കിയത് ശരിയല്ല. അതുകൊണ്ട് നിനക്ക് എന്താണ് ദുനിയാവിൽ ആവശ്യമുള്ളത്? ഏത് പുതിയാപ്പിളയാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ മകൾ കോടതിയോട് പറയുന്നു, ഇല്ല, വാപ്പയെ കൂടെ ഞാൻ പോകുന്നില്ല, ഉമ്മയെ കൂടെ ഞാൻ പോകുന്നില്ല, ഞാൻ പോകുന്നത് കാമുകന്റെ കൂടെയാണെന്ന് പറഞ്ഞ് കാമുകന്റെ കൂടെ പോകുന്നു എന്ന് മാത്രമല്ല, ഈ മകൾ കോടതിയോട് പറയുകയാണ്, എത്ര പറഞ്ഞിട്ടും ഉമ്മയും വാപ്പയും എന്നെ വീണ്ടും അതാ എന്നെ ക്ഷണിക്കുകയാണ് അവരെ കൂടെ പോകാൻ. അതുകൊണ്ട് പ്രത്യേകമായി എനിക്ക് കാവലായി പോലീസ് അധികാരികളെ എനിക്ക് പറഞ്ഞ ഒരു ദുർഗന്ധം അതാ നമ്മുടെ മക്കളിൽ കണ്ടുപോകുന്നത്. അതിന്റെ കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ്. അതുകൊണ്ട്
ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്നവരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചെറിയ മക്കളെ പോറ്റലും വളർത്തലും അതുപോലെ അവരെ സംബന്ധിച്ച് നാം നല്ല ചിന്ത ഉള്ളവരാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം എന്നറിയാമോ? കല്യാണം നിശ്ചയിച്ച് അന്ന് രാവിലെ പെൺകുട്ടിയതാ സുബ്ഹാനല്ലാഹ് ഓടിപ്പോകുന്നു. തലേ രാത്രിയാണ്, മൗലാജിന്റെ രാത്രിയാണ്. എല്ലാ ആളുകൾ ഒരുമിച്ച് കൂടി, കുടുംബക്കാർ ഒരുമിച്ച് കൂടി നല്ല സന്തോഷത്തിലോട് കഴിയുകയാണ്. അങ്ങനെ പാതിരയായ സമയത്തിൽ അവരൊക്കെ ഒരു വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്തിൽ പുതിനാട്ടിയായ ഈ പെൺകുട്ടിയെ കാണാനില്ല. എവിടെ പോയി അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഈ പെണ്ണ് ഏതോ ഒരു കാമുകന്റെ കൂടെ ഓടിപ്പോയതാണ്. എന്നിട്ടോ ഓടിപ്പോയി കാമുകന്റെ കൂടെ തലശ്ശേരി സിനിമ ടേക്കീസിലാണ് അതാ അവർ രണ്ടാളുകളെ അവർ രണ്ടാളെ കണ്ടെത്തുന്നത്. അവിടെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തലശ്ശേരി സിനിമ ടേക്കീസിലാണ് ഇവർ രണ്ടാളുകളെ പിടിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ആ ദുർഗന്ധം, ആ പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് നമുക്ക് അതാ കൊണ്ടുവരാൻ കഴിഞ്ഞതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നന്നായി ശ്രദ്ധിക്കണം. കൂടുതലായി സംസാരിക്കുന്നില്ല, ക്ലാസ് എടുക്കുന്നില്ല. എന്റെ മകൻ കള്ളു കുടിക്കാതിരിക്കാൻ, എന്റെ മകൻ പെണ്ണ് പിടിക്കാതിരിക്കാൻ, കഞ്ചാവിനും മയക്കുമരുന്നിനും പാൻപരാഗിനും അതുപോലെ മധുവിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി ആദ്യമായി ചെയ്യേണ്ട മാർഗം അൽ ഉമ്മു മദ്റസ. ആദ്യമായി ഉമ്മാന്റെ മടിയിൽ നിന്ന് പഠിക്കണം കുട്ടികളെ. ഉമ്മാന്റെ മടിയിൽ നിന്ന് ദീർഘീയായ ധാർമ്മികത്വം അതാ ഉണ്ടാകണം. വീട്ടിൽ നിന്ന് തന്നെ ധാർമ്മികത്വം ഉണ്ടായാൽ മാത്രമാണ് ഈ കുട്ടികൾ വിജയിക്കാൻ കഴിയൂ. രാവിലെ എഴുന്നേൽക്കുന്ന ഉമ്മാനെയും രാവിലെ എഴുന്നേൽക്കുന്ന ഉപ്പാനെയും കണ്ട് പഠിക്കുന്ന മക്കളാകണം നമ്മുടെ മക്കൾ. ഉമ്മയും അതുപോലെ വാപ്പയും കടന്നുറങ്ങിക്കൊണ്ട് സ്വബഹിയും ഖളാക്കി കടന്നുറങ്ങുന്നത് മക്കൾ കണ്ടാൽ പിന്നെ ഒരിക്കലും ആ മക്കൾ എന്താകുന്നില്ല, നിസ്കരിക്കാനും അതുപോലെ തന്നെ മക്കളതാ നിസ്കരിക്കാനും നല്ല ചിന്തയിൽ വളരാൻ ഒരിക്കൽ കഴിയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഗസാലി ഇമാം പറയുകയാണ്, മാതാപിതാക്കളെ കണ്ടാണ് എല്ലാ സ്വഭാവങ്ങളും കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം വിശദമായി ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ ആരാധന കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തുക. ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും പിണങ്ങി ചീത്ത പറയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ വീടുകൾ ഉണ്ടാകരുത്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. വാപ്പയും ഉമ്മയും ചീത്ത പറയുന്നതും അതുപോലെ തന്നെ കലഹിക്കുന്നതും കലാട്ട ഉണ്ടാക്കുന്നതും കാണുകയാണ്. സാധാരണ എമ്പാടുമാണ്, നമ്മുടെ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. എല്ലായിടത്തും നടക്കുന്ന സംഗതിയാണ്. കേസുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യത്തിൽ വാപ്പയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് കലഹിക്കുന്നവരാണ്. ഒരിക്കലും കലഹിക്കാൻ നാം പാടില്ല. ഇനി ഒരു പക്ഷേ കലഹിച്ചേ പറ്റൂ എന്ന് തോന്നിയാൽ കലഹിക്കുന്ന സമയത്തിൽ അതുപോലെ പിണങ്ങുന്ന സമയത്തിൽ ചീത്ത പറയുന്ന സമയത്തിൽ നാം ഇതാ നമ്മുടെ മക്കളെ മുമ്പിലാകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകമായി അവരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കളെ മുമ്പിൽ ആയിക്കൂടാ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ചിന്തിക്കുന്നത് എന്റെ മകൻ വലിയ ഡോക്ടറാകണം, അതുപോലെ തന്നെ എന്റെ മകൻ എഞ്ചിനീയർ ആകണം, അതുപോലെ തന്നെ വക്കീലരാകണം എന്ന് ഒരു മുസ്ലിമായ വ്യക്തി അതാ ചിന്തിക്കുകയാണ്. ക്രിസ്ത്യാനിയും ചിന്തിക്കുന്നത് എന്റെ മകൻ നല്ല ഭൗതികമായി വളർന്ന് വലിയ നിരക്കുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ അഭിവൃദ്ധിയും വലിയ നിരക്കുള്ള എത്തണമെന്ന് ചിന്തിക്കാത്ത ക്രിസ്ത്യാനിയില്ല. ഹൈന്ദവനും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ നാം അങ്ങനെ ചിന്തിച്ചാൽ പോരാ. വെറും ഭൗതികമായിരിക്കുന്ന എഞ്ചിനീയർ അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഡോക്ടർ ആകണ്ട എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മ പറയുന്നില്ല. നല്ലത് എത്രയോ സഹാബികളും അതുപോലെ സൈദികളും അതുപോലെ അഹ്സനികളും അതുപോലെ നമ്മളെ പണ്ഡിതന്മാർ വലിയ ബിരുദ എംഎയും അതുപോലെ തന്നെ എല്ലാ ഡിഗ്രിയും എല്ലാം കേൾത്തവരുണ്ട്. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ ഉസ്താദുമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാം അങ്ങനെ ചിന്തിച്ചാൽ
പോരാ, വെറും ഭൗതികമായ നേട്ടം മാത്രം കരുതിയാൽ പോരാ. അതോടുകൂടെ നാം ഇതാ നമ്മുടെ മക്കൾ എങ്ങനെ വേണം, ആ മക്കളെ എങ്ങനെ പോറ്റണം, നാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വ അഹ്ലീകും, നിങ്ങളെ അഹ്ലികാരെ, നിങ്ങളെ കുടുംബക്കാരെ, നിങ്ങളെ ഭാര്യമാർ, നിങ്ങളെ മക്കൾ, നിങ്ങളെ കുടുംബക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനെ സൂക്ഷിക്കണം? അതാ തീയാകുന്ന, അഗ്നികണ്ഡാരമാകുന്ന നരകം, അത് കത്തിജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു ഉപദേശിക്കുകയാണ്. അതാ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളെയും അതുപോലെ വലിയവരെ കല്ലുകളെയാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളോട് നാം ഉപദേശിക്കണം. നല്ല ഉപദേശമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്, മക്കൾക്ക് നൽകേണ്ടത് നല്ല കന്നാനിനെ വിളിക്കുകയാണ്. കന്നാൻ യഥാർത്ഥത്തിൽ അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി. ആ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമും അനുയായികളും കയറിയപ്പോൾ കന്നാന് കയറാൻ വിസമ്മതിക്കുകയാണ്, കപ്പലിൽ കയറുന്നില്ല. ആ സമയം എവിടെയായിരുന്നു മകൻ? മകനതാ കപ്പലിൽ വാപ്പന്റെ കൂടെ കപ്പലിൽ കയറാതെ വിട്ടു നിൽക്കുകയാണ്. ആ മകനെ വിളിച്ചും കൊണ്ട് ശ്രീയിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്, യാ ബുനയ്യർകം മഅനാ, ഓ എന്റെ പ്രിയപ്പെട്ട മകനെ, കുഞ്ഞു മകനെ, ഇർകം മഅനാ, ഞങ്ങളെ കൂടെ നീ കപ്പലിൽ കയറണേ. വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളോടുകൂടെ നീ പെട്ടുപോകാൻ പാടില്ല മോനെ. ഞങ്ങളെ കൂടെ അതാ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയത്തിലായി, നീ ആ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലായി, നീ ഇതാ ഞങ്ങളെ കൂടെ കപ്പലിൽ കയറണമെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, കപ്പലിൽ നീ കയറിയിട്ടില്ല എങ്കിൽ വെള്ളപ്പൊക്കം വന്ന് തിരമാലകൾ വന്ന് നീ ആ തിരമാലകൾ നശിച്ചു പോകും, മുങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ കന്നാനിന്റെ മറുപടി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൂടെ ഞാൻ കപ്പലിൽ കയറില്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് ഞാനിതാ ചത്തുപോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? വെള്ളപ്പൊക്കം വന്നാൽ ഞാൻ പർവ്വതത്തിലേക്ക് കയറും, ഗുഡവത്തും എന്നാണ് നക്കിരിക്കൽ പറയാറുള്ളത്. വെള്ളപ്പൊക്കത്തിൽ ഞാൻ വെള്ളപ്പൊക്കം വന്നാൽ ഞാൻ പർവ്വതത്തിലേക്ക് കയറി ഞാൻ രക്ഷപ്രാപിക്കും. യാസിമി എങ്ങനത്തെ പർവ്വതമാണ്? യാസിമുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് എന്നെ ആ പർവ്വതം രക്ഷപ്പെടുത്തും. അങ്ങനത്തെ വലിയ പർവ്വതത്തിലേക്ക് ഞാൻ കയറുമെന്ന് പറയുമ്പോൾ അല്ലാഹു ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്, ഇന്നത്തെ ദിവസത്തിൽ അതാ മകനെ, അതാ നിന്റെ വാപ്പയ്ക്ക് രക്ഷപ്പെടുത്താൻ അള്ളാന്റെ തീരുമാനത്തിൽ നിന്ന്, അള്ളാന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവസാനമായി വെള്ളപ്പൊക്കം, തിരമാലകൾ വന്ന് അതാ മിനൽ മുഗ്റഖീൻ, ആ വെള്ളപ്പൊക്കത്തിൽ അതാ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം മകൻ കന്നാൻ മുങ്ങി ചത്തുപോയി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണെങ്കിൽ അത്രത്തോളം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം മകൻ നശിച്ചു പോകാൻ പാടില്ല, മകൻ പരാജയപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അതാ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം മകനെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. നമുക്ക് അതാ സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകണം, നല്ല കുടുംബക്കാര് വളരണം, നമ്മുടെ സന്താന പരമ്പരകൾ നന്നാകണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം
എത്ര വർഷങ്ങളാണ് ദുആയിരുന്നത്, സ്വാലിഹായ മക്കൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് 99 വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന ആ സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ എനിക്ക് നീ ഓശാലമായി നൽകണം. അങ്ങനെ ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, നല്ല സഹനമുള്ള നല്ല കുട്ടിയെ അതാ ഇബ്രാഹിം അലൈഹിസ്സലാമിനിക്ക് നാം സന്തോഷവാർത്ത അറിയിച്ചു. അതാണ് 99 വയസ്സിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാമിനെ നമുക്ക് നന്നായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അതാ 99 വയസ്സിൽ 99ാമത്തെ വയസ്സിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൂടെ നടക്കാനുള്ള ആ പ്രായമെത്തിയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിയെ വിളിച്ചു പറയുകയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ നിന്നെ അതാ അറുക്കണമെന്ന് എനിക്കിതാ സ്വപ്നം കണ്ടിരിക്കുകയാണ്, ഞാൻ കിനാവ് കണ്ടിരിക്കുകയാണ്, അന്നി അദ്ബഹുക, നിശ്ചയം ഞാൻ നിന്നെ അറുക്കണം. ഫൻദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണ് രേഖപ്പെടുത്തു മോനെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകനൊന്ന് പരിശോധിക്കുകയാണ്. എനിക്ക് അള്ളാഹു നൽകിയ മകൻ സ്വാലിഹീങ്ങളായ മകനിൽ പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഫൻദുർ മാദാ തറാ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം. ഖാല, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മറുപടി, യാ അബതി അൽ മാ തുമർ, പാപ്പ നിങ്ങളോട് എന്ത് അള്ളാഹു കൽപ്പിക്കപ്പെട്ടോ, നിങ്ങളോട് എന്താണ് കൽപ്പിക്കപ്പെട്ടത് അപ്രകാരം പ്രവർത്തിക്കൂ പാപ്പ, എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ക്ഷമിക്കുന്ന ആൾ പെട്ടുകൊള്ളാം, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനിക്ക് മനസ്സിലാകുന്നു, ഇതാ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട മകനാണ് ഇസ്മായിൽ എന്ന്. അങ്ങനെ ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ 99 വയസ്സിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തു. അതുപോലെ തന്നെ 112ാമത്തെ വയസ്സിലാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനിക്ക് നൽകി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ദുആരക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഈ മക്കളെ മുമ്പിൽ കാണുമ്പോൾ അല്ലാഹുവിനോട് ദുആരക്കുകയാണ്. അല്ലാഹുവിനെ മതിമറക്കലില്ല. ചില ആളുകളുണ്ട് മക്കൾക്ക് വേണ്ടി മക്കളില്ലാത്തതിന്റെ പേരിൽ ദുആരക്കണമെന്ന് തങ്ങന്മാരോടും അതുപോലെ തന്നെ പണ്ഡിതന്മാരോട് ദുആരക്കാൻ വേണ്ടി പറയുന്നു. മക്കളായതിന് ശേഷം പണ്ഡിതന്മാരെ അത് അവർ നിരുത്സാഹപ്പെടുത്തുകയാണ്, പരിഹസിക്കുകയാണ്. അത് അയാളൊന്നും ഇതാക്കിയിട്ട് മക്കൾ ഉണ്ടായതല്ല, അയാളത് വേറൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അതാ പരിഹസിക്കുന്ന സ്ഥിതിവിശേഷം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപകടമാണെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അതാ മഹാന്മാരെ ബഹുമാനിക്കലും ആദരിക്കലുമാണ്. അത് തള്ളിപ്പോയാൽ നമുക്ക് വലിയ മുസീബത്ത് വരാൻ കാരണമാകും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളെ കണ്ടപ്പോൾ അതാ മകന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ കൊടുത്തപ്പോൾ പ്രത്യേകമായി അല്ലാഹുവിനോട് ദുആരക്കുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബ്രി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. അല്ലദീ വഹബലി അലൽ കിബ്രി ഇസ്മാഈൽ, എനിക്ക് വലിയ പ്രായമുള്ള 99 വയസ്സിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ എനിക്കതാ അവസാനമായി നൽകിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹുവിനിക്കാണ് സർവസ്തുതിയും. അതാ 112ാമത്തെ വയസ്സിൽ ഇസ്ഹാഖിനെ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, നിശ്ചയം എന്റെ റബ്ബ് ധാരാളം ദുആകളെ സ്വീകരിക്കുന്നവനാണ്. എപ്പോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മാത്രം നന്നായാൽ പോരാ, നമ്മുടെ മക്കളെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മക്കളും കൂടെ നന്നാകാൻ വേണ്ടി മക്കൾ ധാർമ്മിക ബോധം ഉണ്ടാകുന്നവരായ നിലയ്ക്ക് അവരെ ശ്രദ്ധിച്ചും കൊണ്ട് എപ്പോഴും ദുആയിരക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം 40ാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കണ്ടോ നിങ്ങൾ? റബ്ബി ജഅൽനി മുഖീമസ്
സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആ. പടച്ചവനെ എന്നെ നീ ആക്കണം റബ്ബേ മുഖീമസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ ആക്കണം റഹ്മാനെ. എന്നെ മാത്രം പോരാ, വമിൻ ദുർരിയതി എന്റെ കുടുംബക്കാരിൽ നിന്ന് എന്റെ സന്താന പരമ്പരകളെയും അതാ നിസ്കാരം നിലനിർത്തുന്നവരാകണം. ഞാൻ മാത്രം നിസ്കാരം നിലനിർത്തുന്നവർ, ഞാൻ മാത്രം നല്ലവനായാൽ പോരാ, എന്റെ മക്കളും നന്നാകണം, എന്റെ സന്താനങ്ങൾ നന്നാകണം, എന്റെ സന്താനങ്ങളെയും നിസ്കാരം നിലനിർത്തുന്നവരായി നീ ആക്കണം റബ്ബേ. റബ്ബനാ തഖബ്ബൽ ദുആ, എന്റെ ദുആ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ തഖബ്ബൽ ദുആ, ദുആ നീ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആരക്കുകയാണ്. അങ്ങനെ തന്നെ എത്ര മഹാന്മാരാണ് ദുആരക്കുന്നത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിക്കുകയാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബനിയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഒന്നാമത്തെ ഉപദേശം തന്നെയാണ് ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. വഹുവ യഅദുഹു, ഉപദേശം നൽകുകയാണ്. അന്നലക്ക് മകനെ വിളിച്ച് പറയുകയാണ്, യാ ബനിയ്യ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹനെ കൊണ്ട് ശിർക്ക് വെക്കരുതേ മോനെ, ശിർക്ക് വെക്കാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ വലിയ മഹാപാപമാണ്, മഹാ അക്രമമാണ്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിലേക്ക് കൂറുകാരുണ്ടെന്നുള്ള ആ വിശ്വാസം നിന്റെ മനസ്സിലുണ്ടാകരുത് എന്ന് ശരിയായ തൗഹീദിന്റെ അചഞ്ചലമായ ആ പ്രമേയം ആ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ചതാ ഉപദേശിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ച് പറയുകയാണ്, യാ ബനിയ്യ അഖിമിസ് സ്വലാഹ്, മോനെ നീ അതാ നിസ്കാരം നിലനിർത്തണം മോനെ. വഅ്മുർ ബിൽ മഅറൂഫ്, നല്ലത് കൊണ്ട് കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, ചീത്ത കൊണ്ട് നീ വിരോധിക്കണം മോനെ എന്ന് നല്ല ഉപദേശമാണ് മകനെ വിളിച്ചും കൊണ്ട് പറയുന്നത്. എന്തിനേറെ പറയണം ചെറുപ്പക്കാരെ, പ്രത്യേകമായി ലുഖ്മാനുൽ ഹകീം അവിടത്തെ വസിയ്യത്തുകളിലായി ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചുള്ള വസിയ്യത്തിൽ വ്യക്തമായി പറയുകയാണ്, അന്നഹു ഖാല, ലുഖ്മാൻ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ബുനയ്യ ലാ യകൂനന്ന ദീഖു അഖിയസ മിൻക, ഓ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകനെ, ലാ യകൂനന്ന ദീഖു അഖിയസ മിൻക, കോഴികളുണ്ടല്ലോ പൂവൻകോഴികൾ അല്ല, അക്കിയസമിൻക നിന്നേക്കാൾ ബുദ്ധിയുള്ള ആളൊന്നുമല്ല പൂങ്കോഴി എന്ന് പറയുന്നത്. കോഴിയുണ്ടല്ലോ കൂവുന്ന കോഴികൾ, അത് നിന്നേക്കാൾ ബുദ്ധിയുള്ളതൊന്നും അല്ല. പക്ഷേ യുനാദീബിൽ അസ്ഹാരി വഅൻത നായിമുൻ, മോനെ അതാ അത്തായ സമയത്തിൽ ആ പൂങ്കോഴി അതാ ശബ്ദിക്കുകയാണ്. വഅൻത നായിമുൻ, നീ അതാ ഉറങ്ങുന്നവനാണെന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം അലി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി മകനോട് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങളാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത കുടുംബക്കാരോടാണ് നല്ല ധാർമ്മികമായ ചിന്തകൾ അതാ നമ്മുടെ കുടുംബക്കാരോടാണ് വേണ്ടത്. കൂടുതലായി അതാ സംസാരിക്കാനും ക്ലാസ് എടുക്കാനും സമയം പോരാ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, സ്വഹാബിയാണ്. എപ്പോഴും അതാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ജമാഅത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ജമാഅത്തിന് പങ്കെടുത്ത അബൂ ദുജാന അതാ ദുആക്ക് നിൽക്കാതെ ദിക്റിന് നിൽക്കാതെ നേരെ വീട്ടിലേക്ക് പോകുന്നു. വഹാബി ആയതുകൊണ്ടല്ല, സാധാരണഗതിയിൽ ഇന്നപ്പോ വഹാബികള് നിസ്കാരത്തിന്റെ ദിക്റിന് നിൽക്കാതെ അതുപോലെ തന്നെ ദുആക്ക് നിൽക്കാതെ ഓടിപ്പോവുകയാണ്. എന്റെ ഗൾഫ് രാജ്യത്തെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ചില ആളുകൾ ഗൾഫിൽ നിന്ന് വന്നു നോക്കുമ്പോ ദുആക്ക് നിൽക്കലില്ല. അവിടെ ഏതെങ്കിലും അറബിയാക്കൾ ചെയ്യുന്നത് മതമാണെന്ന് ചിന്തിച്ചതുകൊണ്ട് അത് വളരെ അപകടമാണെന്ന് പ്രത്യേകമായി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അവർ വിവരമില്ലാത്ത ആളാണ്. വിവരമുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെ തുടങ്ങിയ 4 മദ്ഹബിന്റെ ഇമാമെങ്കിലും ഏകോപിച്ച് പറഞ്ഞ നിസ്കാരത്തിന്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ആർക്കും ഒരാൾക്കും ഒരു അഭിപ്രായമില്ലാതെ ഏകകണ്ഠമായി ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ് ഈ കൂട്ടുപ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതാ സുബ്ഹി കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് കൂട്ടുപ്രാർത്ഥനയ്ക്കും ദിക്റിനും നിൽക്കാതെ പോവുകയാണ്.
സഹാബാക്കൾ നബിതങ്ങളോട് കംപ്ലൈന്റ് പറയുകയാണ്, അബൂ ദുജാന ദിക്റിനും ദുആക്കും നിൽക്കുന്നില്ല നബിയെ, ഒന്ന് ഉപദേശിക്കണം. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദുജാനെ വിളിക്കുകയാണ്, യാ അബൂ ദുജാന, എന്താണ് ദുആക്കും ദിക്റിനും നിൽക്കാറെന്ന് ചോദിക്കുമ്പോ അതാ ബഹുമാനപ്പെട്ട അബൂ ദുജാന കരഞ്ഞും കൊണ്ട് കണ്ണുനീരോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനിതാ ദുആക്കും ദിക്റിനും നിൽക്കാത്തതിന്റെ കാരണം എന്റെ ചെറിയ പിഞ്ചു മക്കളുണ്ട് നബിയെ, അവർ രാത്രി ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. തൊട്ടടുത്ത് എന്റെ വീട്ടുകാരന്റെ യഹൂദിയാണ്, അവന്റെ വീട്ടിന്റെ ഈത്തപ്പന്റെ മരത്തിന്റെ ഈത്തപ്പഴങ്ങൾ എന്റെ വളപ്പിലേക്ക് വീഴാനുണ്ട്. അതെടുത്ത് ഞാൻ താമസിച്ചു പോയാൽ എന്റെ മക്കൾ എഴുന്നേറ്റ് തിന്നുപോകുമെന്ന് ഭയന്നും കൊണ്ടാണ് ദിക്റിനും ദുആക്കും നിൽക്കാത്തതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ റസൂലുള്ള കാരുണ്യത്തിന്റെ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദുജാനോട് പറയാണ്, യാ അബൂ ദുജാന, നാളെ ഞങ്ങൾക്ക് ദുആയും ദിക്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നായി നിങ്ങളെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ എല്ലാ ആളുകളും ഒന്നായി വീട്ടിലേക്ക് പോകുന്ന സമയത്തിൽ സുബ്ഹാനല്ലാഹ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊന്ന് സ്പീഡിലൂടെ പോയിക്കൊള്ളട്ടെ, എന്റെ മക്കളതാ ഈത്തപ്പഴം പറക്കി തിന്നുകയാണ്. ഓടിപ്പോയി കുട്ടികളെ കയ്യിലുള്ള ഈത്തപ്പഴം എടുത്ത് യഹൂദിയുടെ വളപ്പിലേക്ക് വലിച്ചെറിയുകയാണ്. നോക്കുമ്പോൾ ചെറിയൊരു മകൻ സുബ്ഹാനല്ലാഹ് ഈത്തപ്പഴം വായിലെടുത്ത് ചായ്ക്കുന്ന സമയത്തിൽ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു വായിലേക്ക് കൈയിട്ട് ഈത്തപ്പഴം പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ മകൻ കരഞ്ഞുകൊണ്ട് വാപ്പയോട് ചോദിക്കുന്നു, വാപ്പ, എന്തേ എന്നോട് ദയ തോന്നുന്നില്ലേ? എന്തിനാണ് രാത്രി ഭക്ഷണമില്ലാത്ത ഞാൻ ഒരു ഈത്തപ്പഴം കിട്ടിയപ്പോൾ അത് ചായച്ചു തിന്നുന്ന സമയത്തിൽ എന്റെ വായിൽ നിന്ന് തൊള്ളയിൽ നിന്ന് എടുത്തു മാറ്റാൻ കാരണമെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു മകനോട് ഉപദേശിക്കുകയാണ്, മോനെ, നിന്റെ അയ്യനാ നമുക്ക് അനുവദിച്ച ഈത്തപ്പഴമല്ല. എന്നോട് മകനോട് എനിക്ക് പറയാനുള്ളത്, ലാ തഫ്ലഹ് അബാക ഫിൽ ആഖിറ, ആഖിറത്തിലെത്തിയാൽ നിന്റെ വാപ്പയെ നീ വശവർത്തനമാക്കരുത്, നീ പൊളിയത്തിലാക്കരുത് മോനെ എന്ന് ഉപദേശിച്ച ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവത്തോടുകൂടെ നാം പ്രത്യേകമായി ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ ഗോത്രങ്ങളെയും എല്ലാ കുലങ്ങളെയും വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ ഉപദേശം നൽകുകയാണ്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ച് ഉപദേശിക്കുകയാണ്, യാ ഫാത്തിമതു ബിൻതു മുഹമ്മദ്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, അൻഖിരി നഫ്സകി മിനൻ നാർ, നിന്റെ ശരീരത്തെ നീ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ മകളെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മക്കളെ ആ മക്കളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിടലല്ല സ്നേഹമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സക്കാത്തിന്റെ കാരക്കയും സൂക്ഷിച്ച കാരക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടികൾ വായിലിട്ട് ചേർക്കുമ്പോൾ അതെടുത്തു മാറ്റി, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് സക്കാത്തിന്റെ മുതൽ അനുവദനീയമല്ല, ഹലാലല്ല, നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒറ്റ സംഭവം പറഞ്ഞു നിർത്തുകയാണ്. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനായ ഇബ്രാഹിം അലൈഹിസ്സലാം 18 മാസമാകുന്ന സമയത്തിൽ വഫാത്തായ കുട്ടിയാണ്. 18 മാസമാണ്, ഏകദേശം 1.5 വയസ്സാകുന്ന സമയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്താകുന്നു. റസൂലുള്ളാഹിക്ക് ദുഃഖമുണ്ടാവുകയാണ്, വിഷമമുണ്ടാവുകയാണ്. സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, ഇങ്ങനെ റസൂലിന്റെ കണ്ണിലൂടെ വെള്ളം ഒലിപ്പിക്കുകയാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖൽബ് വേദനിക്കുകയാണ്, കണ്ണിൽ ദുരിതനാ വെള്ളം വരികയാണ്. വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ, ഞങ്ങളെ രക്ഷിതാവായ അല്ലാഹു തൃപ്തിപ്പെടാതെ ഒന്നും നിങ്ങൾ പറയുകയില്ല
ഇന്നാ ബിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയെ നിന്റെ വേർപാട് കാരണമായി ഞങ്ങൾ ഇതാ ദുഃഖിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ബഹുമാനപ്പെട്ട ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുകയാണ്. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖബറിൽ ഇറങ്ങുന്നു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഖബറിന്റെ അരികത്ത് നിന്ന് വക്കൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോന്നായി ഉപദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് സ്വർഗമാണ്. അതുപോലെ തന്നെ പേരക്കുട്ടികൾക്ക് കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത് സ്വർഗമാണ്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് സ്വർഗ്ഗമാണ്. അൻത മുബശ്ശറുൻ ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകി സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. മഹാനവറുകൾക്ക് സയ്യിദി ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ യുവാക്കൾക്ക് അതാ നേതൃത്വം നൽകാൻ വേണ്ടി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകൾക്കും അല്ലാഹു കൊടുത്തത് മഹാന്മാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആളുകൾക്കും കൊടുത്തത് സ്വർഗീയ പദവിയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കൾ നമുക്ക് വലിയ സ്വത്താണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ധാർമ്മികത്വം ഉണ്ടാക്കി കൊടുക്കണം. ദീനിയായ വിജ്ഞാനം എപ്പോഴും പഠിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നല്ല നിലക്ക് വളർത്താനും അവരെ പഠിപ്പിക്കാനും നല്ലൊരു ഉഖർവിയായ ആലിമീങ്ങളെ കൂട്ടത്തിൽ വളർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, മക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മകനെങ്കിലും നല്ല ബുദ്ധിയുള്ള മകനെ നല്ല ആലിമായി വളർത്തണമെന്ന് പ്രത്യേകമായി എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളോടും പ്രത്യേകമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസുകളും നമ്മുടെ വാക്കുകളും എല്ലാം ആഖിറത്തിൽ ഉപകാരപ്രദമായ അമലുകൾ ഉൾപ്പെടുത്തി അല്ലാഹുവിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുണ്ട്, ഇതിനെ കേൾക്കുന്ന സുന്നി പ്രവർത്തകന്മാർ, ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ നടത്തി എല്ലാ ആളുകളോടും പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അല്പം ചോദിക്കാവുന്നതാണ്. ചോദിച്ചോണ്ടിരിക്കും. പ്രവർത്തകർ പോലെ സംശയമുണ്ടെങ്കിലും വല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നയിക്കുന്ന ചെയ്യുന്നതാണ്. പെട്ടെന്ന് ചോദിച്ചാവാസത്തിൻ്റെ കേട്ടോ.
ಅಸ್ಸಲಾಮು ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಮಾಷಾ ಅಲ್ಲಾ, ಸಲಾವುದ್ದೀನ್ ಸಕ್ಕಾಫಿ ಉಸ್ತಾದರು ಮೊಗರ್ಪನೆ ಸುಳ್ಯ ಇವರ ಅತ್ಯುತ್ತಮವಾದಂತಹ ಒಂದು ಕ್ಲಾಸ್ ನಮ್ಗೆ ಸಿಕ್ಕಿತ್ತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ತುಂಬಾ ಸಂತೋಷವಾಯ್ತು. ಊರಿನಿಂದ ನಮ್ಮ GM ಅಬು ನಬೀಲ್ ಉಸ್ತಾದ್, ಅದೇ ರೀತಿ ನಮ್ಮ ಪುತ್ತೂರು ಸುನ್ನಿ ಎಂಬ ಐಡಿಯಲ್ಲಿ ಇರುವಂತಹ ಜೂರಿ ಉಸ್ತಾದ್ರವರು ಸಹ ಈ ಲೈವ್ಗೆ ಬೇಕಾಗಿ ಉಸ್ತಾದ್ರವರ ಹತ್ರ ಹೋಗಿ ನಮ್ಗೆ ಲೈವ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ಉಸ್ತಾದ್ರವರಿಗೂ ಅದೇ ರೀತಿ